ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കേരളം COVID-19 എന്ന കൊറോണയെ അതിജീവിച്ച് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഴയ സന്തോഷവും നമ്മുടെ ആ പഴയൊരു സാഹചര്യവും വീണ്ടും നല്ലതുപോലെ അതിലും ഊർജ്ജസ്വലമായിട്ട് മടങ്ങി വരാൻ ദൈവം കനിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാംഗോയുടെ ഒരു സ്മൂത്തിയുമായിട്ടാണ്. നല്ല അടിപൊളി, എത്ര കുടിച്ചാലും നിങ്ങൾക്ക് മതി വരാത്ത നല്ല സിമ്പിളായിട്ടുള്ളൊരു മാംഗോ സ്മൂത്തിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ മാംഗോ സ്മൂത്തി നല്ല അടിപൊളിയായിട്ട് അടിക്കാമെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ മാംഗോ സ്മൂത്തി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാംഗോ എടുത്തിട്ടുണ്ട്. മാംഗോ സ്മൂത്തി അടിക്കുകയാണെങ്കിലും മാംഗോ ജ്യൂസ് അടിക്കുകയാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലത് സിന്ദൂരം മാങ്ങയാണ് കേട്ടോ. കാരണം അതിനൊക്കെ നാര് കുറവായിരിക്കും, നല്ല നിറം ഉണ്ടാവും, പിന്നെ നല്ല മധുരമായിരിക്കും. പിന്നെ ഇത് നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാനും സാധിക്കും. ഒരു സ്പൂൺ കൊണ്ട് ഈ കാണുന്ന പോലെ ഒന്ന് ചുരണ്ടി എടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 സ്മൂത്തിയാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ ഒരു മാംഗോയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മൈസൂർ പായ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ മൈസൂർ പായാണ് എടുത്തിട്ടുള്ളത്. ഞാലിപ്പൂനാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ കാണുന്ന സ്പൂണിന് ഒരു 2 സ്പൂണ് ഷുഗറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു സ്മൂത്തിയിലേക്ക് 2 സ്പൂൺ വെച്ചിട്ട് ഒരു 4 സ്പൂണ് തേൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 സ്പൂൺ ഈ കാണുന്ന സ്പൂണിന് 2 സ്പൂണ് കേട് തൈരും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ നല്ല കട്ടിയുള്ള കട്ടപ്പാലാണ് യൂസ് ചെയ്യേണ്ടത്. അതാവുമ്പോഴേ സ്മൂത്തി നല്ല തണുപ്പ് വേണമെങ്കിൽ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കൊരു 4 ഏലക്ക, അതുപോലെ തന്നെ ഒരു 4-5 പീസ് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശരിക്കും മിക്സിയിലാണ് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ സ്മൂത്തി നല്ല തിക്നെസ്സിൽ അടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുടിക്കാൻ പൂതി ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അതൊരു 4-5 പീസ് ക്രിസ്പി ആയിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ ബിഗോൻ്റെ ഒരു പൊട്ടാറ്റോ ചിപ്സ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല. ഇനി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലെക്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. കോൺഫ്ലെക്സ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചിപ്സ് ചെറുതായിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും ഈ ചിപ്സും ഒക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കുടിക്കാൻ. എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് മാംഗോയുടെ ഒരു 4-5 പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മാംഗോ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ MJ. ഗുഡ് ബൈ.